ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. ഹിസ്റ്ററി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാർട്ട് 4 ആണ്. 350 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് നോക്കാം. അപ്പൊ 351 ക്വസ്റ്റ്യൻ ആണ് ആദ്യം നോക്കുന്നത്. ഹു സക്സീഡഡ് ഔറംഗസേബ് ഇൻ 1707? 1707 ഔറംഗസീബിന് ശേഷം വന്ന ഭരണാധികാരി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ബഹദൂർ ഷാ ആണ് ഉത്തരം. ഓക്കെ. നെയിം ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പവർ ദാറ്റ് എമേർജ്ഡ് ഡ്യൂറിംഗ് ദ ഡിക്ലൈനിങ് ഫേസ് ഓഫ് മുഗൾ ഡൈനാസ്റ്റി. മുഗൾ സാമ്രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉയർന്നു വന്ന ഒരേ ഒരു പ്രധാന ശക്തി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മറാത്തയാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മുന്നേ നോക്കിയിട്ടുണ്ട്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 ആണ്. അടുത്ത ചോദ്യം, നെയിം ദ സുൽത്താൻ ഓഫ് മൈസൂർ ഹു ഫേസ്ഡ് ദ ചാലഞ്ച് ഓഫ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള മൈസൂരിലെ സുൽത്താൻ ആരാണ് എന്നാണ് ചോദ്യം. ടിപ്പു സുൽത്താൻ ആണ് ഉത്തരം. The most important reason for collection of Chauth and Deshmukhi by Maratha was. മറാത്തയിൽ പിരിച്ചിരുന്ന രണ്ട് നികുതികളായിരുന്നു ചൗത്തും ദേശ്മുഖിയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മറാത്തയിൽ ചൗത്തും ദേശ്മുഖിയും കളക്ട് ചെയ്യാനുണ്ടായിരുന്ന പ്രധാന കാരണം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ടു ഇൻക്രീസ് ദ സോഴ്സ് ഓഫ് ഇൻകം. വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് ഉത്തരം. ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് വാസ് ഫോർട്ട് ബിറ്റ്വീൻ. മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് എന്നുള്ളതാണ് ചോദ്യം. മറാത്തയും അഫ്ഗാനും തമ്മിലാണ് മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നിട്ടുള്ളത്. വെൻ ഡിഡ് ശിവജി ഗോട്ട് ദ ഛത്രപതി ടൈറ്റിൽ? ശിവജിയെ നമ്മൾ ഛത്രപതി ശിവജി എന്നാണ് വിളിക്കുക. അപ്പൊ ശിവജിക്ക് ഛത്രപതി എന്നുള്ള സ്ഥാനപ്പേര് ലഭിച്ചത് ഏത് വർഷമാണ് എന്നുള്ളതാണ് ചോദ്യം. 1674 ആണ് ഉത്തരം. Under the Maratha administration, the title for the Prime Minister was. മറാത്ത ഭരണത്തില് പ്രധാനമന്ത്രിയെ വിളിച്ചിരുന്നത് എന്ത് പേരിലാണ് എന്നുള്ളതാണ്. പെഷ്വ ആണ് ഉത്തരം. ഓക്കെ. വിച്ച് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ശിവാജി? ശിവാജിയുടെ തലസ്ഥാനം ഏതായിരുന്നു? അല്ലെങ്കിൽ ശിവാജി ഭരിച്ചിരുന്ന സമയത്ത് മറാത്തയുടെ തലസ്ഥാനം ഏതായിരുന്നു? റായ്ഗഡ് ആണ് ഉത്തരം. സൂഫിസം, ദ ലിബറൽ ആൻഡ് മിസ്റ്റിക്കൽ മൂവ്മെന്റ് ഓഫ് ഇസ്ലാം, റീച്ച്ഡ് ഇന്ത്യ ഇൻ ദ സെഞ്ചുറി. സൂഫിസം എന്നാണ് ഇന്ത്യയിൽ പ്രചാരത്തിലായത് എന്നാണ് ചോദ്യം. 12th സെഞ്ചുറിയിലാണ്, 12ാമത്തെ സെഞ്ചുറിയിലാണ്. ഹു ഈസ് കൺസിഡേർഡ് ദ ഫസ്റ്റ് ഗുരു ഓഫ് ദ സിഖ്? സിഖുകളുടെ ആദ്യ ഗുരു ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? സിഖിസം കണ്ടുപിടിച്ച ഗുരുനാനാക്ക് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് കൾച്ചർ? സംസ്കാരം എന്നാൽ എന്താണ്? കൾച്ചർ എന്നുള്ളതിന്റെ മീനിങ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഉത്തരം ഫോംസ് ഓഫ് കൾച്ചറൽ എക്സ്പ്രഷൻ ആണ്. അതായത് സംസ്കാരം, നമ്മുടെ സംസ്കാരത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ഫോമുകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലാണ് പ്രകടിപ്പിക്കുന്നത്, ഇതിനെ ഒന്നിച്ച് നമ്മുടെ സംസ്കാരം എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ. ഹു കോയിൻഡ് ദ ഫ്രേസ് ഗ്ലോബൽ വില്ലേജ്? ആരാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്നാണ്. മാർഷൽ ലങ്കൻ ആണ് ഉത്തരം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, Which architectural structure is considered an example of classical temple architecture? ഏത് നിർമ്മാണ രീതിയാണ് ഒരു ക്ഷേത്ര നിർമ്മാണ രീതിയുടെയൊക്കെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ചോദ്യം. ദിൽവാര ടെമ്പിൾ ആണ് ഉത്തരം. What is the main idea behind globalization? ആഗോളവൽക്കരണത്തിന്റെ പിന്നിലുള്ള പ്രധാന ആശയം എന്തായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് വായിച്ചു നോക്കുക. എന്നിട്ട് ഓപ്ഷൻസിനെ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയുക. അതായത് ശരിയല്ലാത്ത ഓപ്ഷൻസിനെ ഇങ്ങനെ ഒഴിവാക്കി കളയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ആൻസർ കിട്ടും. ഒറ്റയടിക്ക് നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടെത്താൻ പറ്റാത്ത ക്വസ്റ്റ്യൻസിന് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ഫ്യൂ ഹാൻഡ്സ്, കുറച്ച് ആളുകളുടെ കയ്യിൽ എന്ത് ചെയ്യുന്നു, റിസോഴ്സസ് ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നു.
ഷെയറിംഗ് ഓഫ് ദ വേൾഡ്സ് റിസോഴ്സസ്, വേൾഡിലെ റിസോഴ്സസ് മുഴുവനും എന്താണ്, ഷെയർ ചെയ്യപ്പെടുന്നു. ഐസൊലേഷൻ ഓഫ് കൾച്ചേഴ്സ്, കൾച്ചറുകൾ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ കൾച്ചർ ആ സ്ഥലത്ത് മാത്രമായിട്ട് ഒറ്റപ്പെടുന്നു. റിജക്ഷൻ ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എന്താണ്, സാങ്കേതിക വളർച്ച തടയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബിയും സിയും ഡിയും എന്താണ്, ഒരിക്കലും ഗ്ലോബലൈസേഷന്റെ ഒരു ഭാഗമല്ല. അപ്പൊ ഉത്തരം എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ഫ്യൂ ഹാൻഡ്സ്. കാശുള്ള ആളുകൾ, കാശുള്ള കമ്പനികൾ എന്താണ്, എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് കമ്പനിയൊക്കെ തുടങ്ങി അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു കൂട്ടം ചുരുങ്ങിയ ആളുകളുടെ കയ്യിൽ മാത്രം വെൽത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും എന്നുള്ളത് ഗ്ലോബലൈസേഷന്റെ ഒരു പിന്നിലുള്ള ഒരു എന്താ പറയാ ആശയമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസ്. ക്ലാസിക്കൽ നൃത്തത്തിന് ഒരു ഉദാഹരണമാണ് ചോദിക്കുന്നത്, ഭരതനാട്യം. വാട്ട് ഡു അഡ്വർടൈസേഴ്സ് പേ ഫോർ വെൻ സ്പോൺസറിങ് TV പ്രോഗ്രാംസ്? അപ്പൊ നമ്മൾ TV പ്രോഗ്രാംസിലൊക്കെ ധാരാളം പരസ്യങ്ങൾ കാണാറുണ്ട്. അപ്പോ TV പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുമ്പോൾ ഈ പരസ്യക്കാർക്ക് കിട്ടുന്നത് എന്താണ് എന്നുള്ളതാണ്. അഡ്വർടൈസ്മെന്റ് സ്ലോട്ട് എന്നാണ് അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റിന്റെ പേര്. ഓക്കെ, അഡ്വർടൈസ്മെന്റ് സ്ലോട്ട്സ്. വാട്ട് വാസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ബിൽഡിംഗ് ദ താജ്മഹൽ? താജ്മഹൽ പണി കഴിപ്പിച്ചതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, മുംതാസ് മഹലിനോടുള്ള ആദര സൂചകമായിട്ടാണ് അല്ലെങ്കിൽ പ്രണയ സൂചകമായിട്ടാണ് താജ്മഹൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. സോ ട്രിബ്യൂട്ട് ടു മുംതാസ് മഹൽ. വിച്ച് വെജിറ്റബിൾസ് were introduced to India by Portuguese traders? താഴെ പറയുന്നതിൽ ഏതൊക്കെ പച്ചക്കറികളാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. പൊട്ടറ്റോയും ടൊമാറ്റോയുമാണ്, ഉരുളക്കിഴങ്ങും തക്കാളി. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ അതാണ് ശരി ഉത്തരം. വാട്ട് ഈസ് ദ ടേം ഫോർ ദ ടെൻഡൻസി ടു ബൈ തിങ്സ് ബിയോണ്ട് ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ്സ്? എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം, അതായത് നമ്മളുടെ അത്യാവശ്യത്തിനല്ലാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടാനുള്ള ആ ടെൻഡൻസിയെ, നമ്മളുടെ ഒരു വാങ്ങിക്കൂട്ടാനുള്ള ത്വരയെ വിളിക്കുന്ന ടേം എന്താണെന്നുള്ളതാണ്. കൺസ്യൂമറിസം എന്നാണ് വിളിക്കുക. ഓക്കെ, ഹു ആർ ദ ഡോമിനന്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ടു ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് ഇൻ ദ ഗ്ലോബൽ വില്ലേജ്? എന്ന് വെച്ചാൽ ഗ്ലോബൽ വില്ലേജില് അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ഒരു വില്ലേജ് ആയിട്ട് മാറുകയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്ലോബൽ വില്ലേജില് ഈ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏത് തരം ആളുകളാണെന്നാണ് ചോദിക്കുന്നത്. സിറ്റി ഡ്വല്ലേഴ്സ് ആണ്, അതായത് സിറ്റിയിൽ താമസിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഉത്തരം. വാട്ട് വാസ് ദ റിച്വൽ പർപ്പസ് ഓഫ് മധുബനി പെയിന്റിങ്സ് ഇൻ ബീഹാർ? ബീഹാറിൽ കാണുന്ന മധുബനി പെയിന്റിങ്സ് എന്തുദ്ദേശത്തിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. റിലീജിയസ് ഒക്കേഷൻസിലാണ്, അതായത് മതപരമായിട്ടുള്ള ചടങ്ങുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ആ ഒരു സമയത്തൊക്കെയാണ് ഈ മധുബനി പെയിന്റിങ്സ് വരയ്ക്കുന്നത്. വാട്ട് ആർ സം ഓഫ് ദ ഏർലിയസ്റ്റ് കേവ് പെയിന്റിംഗ് ഫൗണ്ട് ഇൻ ഇന്ത്യ? സോറി, വേർ ആർ സം ഓഫ് ദ ഏർലിയസ്റ്റ് കേവ് പെയിന്റിങ്സ് ഫൗണ്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യകാല ഗുഹാചിത്രങ്ങൾ കാണുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തർപ്രദേശാണ് ഉത്തരം. ഡ്യൂറിംഗ് വിച്ച് പീരിയഡ് വർ മുഗൾ മിനിയേച്ചേഴ്സ് പ്രൊഡ്യൂസ്ഡ്? ഏത് കാലഘട്ടത്തിലാണ് മുഗൾ മിനിയേച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. 16 മുതൽ 18 വരെയുള്ള സെഞ്ചുറികളിലാണ്. വാട്ട് ഈസ് ദ ബന്ദിനി ടെക്നിക് യൂസ്ഡ് ഫോർ? ബന്ദിനി ടെക്നിക് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ബന്ദിനി ടെക്നിക് ഉപയോഗിക്കുന്നത് തുണി വ്യവസായത്തിലാണ്, ടെക്സ്റ്റൈൽസ് പ്രൊഡക്ഷൻ. വിച്ച് കളർ ട്രഡീഷണലി റെപ്രസെന്റ് ഫെർട്ടിലിറ്റി ഇൻ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്? ഇപ്പോൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ തുണി വ്യവസായത്തില് ഫെർട്ടിലിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ട്രഡീഷണൽ കളർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. റെഡ് ആണ്. ഓക്കെ, വാട്ട് ഫെർട്ടിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഭിവൃദ്ധി എന്നൊക്കെയാണ് കേട്ടോ. അപ്പൊ അത് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു കളർ എന്ന് പറയുന്നത് ചുവപ്പായിരുന്നു. വാട്ട് ഈസ് ദ ടേം കലങ്കരി അസോസിയേറ്റഡ് വിത്ത്? കലംകരി അല്ലെങ്കിൽ കാലംകരി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കലങ്കരി എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്? നമുക്കറിയാം അല്ലെ, കലങ്കരി ബ്ലൗസുകളൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ തുണിത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ടെക്സ്റ്റൈൽ ആർട്ടാണ്. ഒരു തരം തുണിയിൽ കൊടുക്കുന്ന ഒരു ഡിസൈൻ ആണ് കലങ്കരി ഡിസൈൻ എന്ന് പറയുന്നത്. സോ ടെക്സ്റ്റൈൽ ആർട്ടാണ് ഉത്തരം. വിച്ച് ഇന്ത്യൻ റീജിയൻ ഈസ് നോൺ ഫോർ ഇറ്റ്സ് സിൽക്ക് ടെക്സ്റ്റൈൽസ് ലൈക്ക് ജമദാനി ആൻഡ് ജമേവർ?
സിൽക്ക് തുണികൾ അല്ലെങ്കിൽ ജമദാനി, ജമയൂർ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? സിൽക്ക് തുണികളാണ്. അപ്പം ഇത് ഏത് ഇന്ത്യയിലെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് ഭാഗത്താണ് ഈ പറയുന്ന സിൽക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. വാരണാസിയാണ് ഉത്തരം. വാട്ട് ഡു ദ വേദാസ് റെപ്രസെന്റ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ? ഇന്ത്യൻ സാഹിത്യത്തില് വേദങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റിലീജിയസ് ലിറ്ററേച്ചർ, മതപരമായിട്ടുള്ള സാഹിത്യമാണ്, ഹിന്ദു സാഹിത്യമാണ് വേദങ്ങളിൽ പറയുന്നത്. ഓക്കെ. ഹു റോട്ട് ദ ഹിന്ദി വേർഷൻ ഓഫ് രാമായണ നോൺ ആസ് രാമചരിതമാനസ്? രാമചരിതമാനസ് എന്നുള്ളത് രാമായണത്തിന്റെ ഹിന്ദി തർജ്ജമയാണ്. ഇത് രചിച്ചിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദ്യം. തുളസീദാസ് ആണ്. Which staple food is more common in the Indo-Gangetic belt? Indo-Gangetic region കാണുന്ന പ്രധാന ഫുഡ് എന്താണെന്നുള്ളതാണ്, പ്രധാന ഭക്ഷണം എന്താണെന്നുള്ളതാണ്. വീറ്റ് ആണ് ഉത്തരം. ഗോതമ്പാണ് ആ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളുടെ സ്റ്റാപ്പിൾ ഫുഡ്, പ്രധാന ഭക്ഷണവും എന്താണ്? ഗോതമ്പാണ്. From which script are most modern Indian scripts derived? ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സ്ക്രിപ്റ്റുകളിൽ ഏറ്റവും മോഡേൺ ആയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. ബ്രാഹ്മി ആണ് ഉത്തരം. നെയിം 2 kinds of books written in earlier times. പണ്ട് കാലത്ത് എഴുതിയിട്ടുള്ള, തന്നിട്ടുള്ളതിൽ പണ്ട് കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് കാലത്ത് എഴുതുമായിരുന്ന 2 തരം പുസ്തകങ്ങൾ ഏതാണ് എന്നുള്ളതാണ്. ഒന്ന് നാടകങ്ങളും മറ്റൊന്ന് നിയമ പുസ്തകങ്ങളുമാണ്. ഡ്രാമ ആൻഡ് ലോ ബുക്സ് ആണ് ഉത്തരം. ഓക്കെ. Why was manuscript production expensive? എന്തുകൊണ്ടാണ് മാനുസ്ക്രിപ്റ്റ് പ്രൊഡക്ഷൻ വളരെ ചെലവ് കൂടിയതാണ് എന്ന് പറയുന്നത്? അപ്പോ ഇതേപോലെ എന്ത് ചെയ്യുക, നമ്മള് ഓപ്ഷൻസ് വായിച്ചു നോക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്? ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് വെർ യൂസ്ഡ്, അല്ലെ, വളരെ ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. അടുത്ത ഓപ്ഷൻ എന്താണ് പറയണത്? ഹാൻഡ് റൈറ്റിംഗ് റിക്വയർഡ് സ്കിൽഡ് സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? വളരെ നന്നായിട്ട് നല്ല കൈയക്ഷരമുള്ള അത്രയും കഴിവുള്ള ആളുകളെ വേണം നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ. ലിമിറ്റഡ് ആക്സസ് ടു റൈറ്റിംഗ് ടൂൾസ്, എഴുതാനുള്ള ടൂൾസ് എന്താണ്? വളരെ ലിമിറ്റഡ് ആണ്. ഓൾ ഓഫ് ദ എബവ്. ഉത്തരം എന്താണ്? ഓൾ ഓഫ് ദ എബവ് ആണ്. കാരണം എന്താണ്? മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കയ്യെഴുത്ത് പ്രതി എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പൊ കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടാക്കാൻ എന്താണ്? അത് ചെലവ് കൂടിയതാണ്. കാരണം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വേണം, അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഇങ്ങനെ എഴുത്തുകാർ വേണം, അതുപോലെ എന്താണ് അങ്ങനെ വൃത്തിയിൽ എഴുതാനുള്ള ടൂൾസ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ മാനുസ്ക്രിപ്റ്റ് പ്രൊഡക്ഷൻ എക്സ്പെൻസീവ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഉത്തരം ഓൾ ഓഫ് ദ എബവ് ആണ്. Who founded the Brahma Samaj and used the press for സോഷ്യൽ റിഫോം ഇൻ ദ 19th century? ബ്രഹ്മസമാജം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉത്തരം രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് എന്നാണ് ചോദ്യം. രാജാറാം മോഹൻ റോയ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ക്ലാസിക്കൽ മ്യൂസിക് റിക്വയർസ് ഡേഷ് ട്രെയിനിങ്. ക്ലാസിക്കൽ സംഗീതം പഠിക്കണമെങ്കിൽ എന്താണ്, എന്ത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് ആവശ്യമുള്ളത്? ബേസിക് ട്രെയിനിങ് പോരാ. നോ എന്നുള്ളത് ശരിയായ ഉത്തരമല്ല. നോ ട്രെയിനിങ് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്, അല്ലെ? അപ്പൊ ട്രെയിനിങ് വേണ്ട എന്നുള്ളത് ഉത്തരമല്ല. ദെൻ മോഡറേറ്റ് ട്രെയിനിങ്, അത്യാവശ്യം ട്രെയിനിങ് പോരാ. അപ്പൊ എന്താണ്? ഇന്റൻസ് ട്രെയിനിങ് ആണ്. അതായത് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ ആവശ്യമുണ്ട്. അപ്പൊ ഓപ്ഷൻ ഇന്റൻസ്, സി ഇന്റൻസ് ആണ് ഉത്തരം. ദ കോമ്പോസിഷൻ ഓഫ് ഭക്തി ആൻഡ് സൂഫി സെയിൻസ് ആർ കോൾഡ്. ഭക്തി സൂഫി സന്യാസിമാരുടെ എന്താണ് രചനകളെ നമ്മൾ വിളിച്ചിരുന്നത് എന്ത് പേരിലാണെന്നാണ്? ഗസൽസ്, സുഫിയാന കാലം എന്ന് ഈ 2 പേരുകളിലൊക്കെയാണ് വിളിച്ചിരുന്നത്. ഗസലുകളായിരുന്നു ഭക്തി സെയിന്റിസ്റ്റുകളുടെ, അതുപോലെ സൂഫി സെയിന്റുകളുടെ കോമ്പോസിഷൻ സുഫിയാന കാലം എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ. ട്രൂ ഓർ ഫാൾസ് എന്നാണ് ചോദിക്കുന്നത്. ഫോക്ക് ഡാൻസസ് ആർ മീൻഡ് ടു ബി പെർഫോംഡ് ഓൺലി ഓൺ സ്റ്റേജസ്. ഫോക്ക് ഡാൻസ്, ജനകീയ നൃത്തം എന്ന് പറയുന്നത് സ്റ്റേജിൽ മാത്രം പെർഫോം ചെയ്യാനുള്ളതാണ്. ശരിയാണോ തെറ്റാണോ എന്നാണ് ഉത്തരം. ഫോൾസ് ആണ്. ഓക്കെ. അവര് ഫോക്ക് ഡാൻസ് ഒരിക്കലും സ്റ്റേജിൽ മാത്രമല്ല, അവരുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ അവരെന്താണ് ഫോക്ക് ഡാൻസ് ഉപയോഗപ്പെടുത്താറുണ്ട്. വാട്ട് വർ ദ സർക്കുലർ മൗണ്ട് ഓവർ ദ റിമൈൻസ് ഓഫ് ദ ഡെഡ് കാൾഡ്? ഈ എന്താണ് ശവകുടീരങ്ങളുടെയൊക്കെ മുകളിൽ ഉണ്ടാക്കുന്ന
ഇങ്ങനെ സർക്കുലർ ആയിട്ടുള്ള, അതായത് ഇങ്ങനെ എന്താണ് സ്തൂപത്തിന്റെ പോലെയുള്ള നിർമ്മിതികളെ വിളിക്കുന്ന പേരെന്താണ്? സ്തൂപാസ് എന്നാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Who was one of the 9 jewels in the court of the Mughal Emperor അക്ബർ. അക്ബറിന്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്ന നവരത്നങ്ങളിൽ ഒരാളെ ഈ ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട്. അതാരാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ടാൻസൺ ആണ്. Which ancient text comprises Vedic chants set to melody for recitation during sacrifices? അതായത് ബലികർമ്മങ്ങളുടെയൊക്കെ സമയത്ത് ഉരുവിട്ടിരുന്ന മന്ത്രത്തെ വിളിക്കുന്ന പേരെന്താണ്, അല്ലെങ്കിൽ ആ മന്ത്രങ്ങൾ അടങ്ങുന്ന വേദം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. സാമവേദമാണ് ഉത്തരം. വാട്ട് ഈസ് ദ മെയിൻ ഫോക്കസ് ഓഫ് ദ ഋഗ്വേദ? ഋഗ്വേദത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? റിച്വൽസ് ആൻഡ് സാക്രിഫൈസസ്. എന്താണ്? മതപരമായിട്ടുള്ള ആചാരങ്ങളും ബലികർമ്മങ്ങളും ഒക്കെയാണ് ഋഗ്വേദത്തിൽ അടങ്ങുന്നത്. വാട്ട് ടേം ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ്? ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ സംശയം വന്നേക്കാം, എന്താണ് സെറ്റ് ടു മെലഡി ഫോർ റെസിറ്റേഷൻ ഡ്യൂറിങ് സാക്രിഫൈസസ്? ബലികർമ്മങ്ങളുടെ സമയത്ത് മാത്രം ഉരുവിടുന്ന മന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ളത് സാമവേദത്തിലാണ്. ഋഗ്വേദത്തിൽ വരുന്നത് എന്താണ്? എല്ലാതരം യാഗങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാതരം മതപരമായിട്ടുള്ള ചടങ്ങുകൾക്കും ഉപയോഗിക്കാവുന്ന മന്ത്രങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത് കേട്ടോ. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. What term is used to describe a group of people in the Rigveda over whom a Raja has control? എന്ന് വെച്ചാൽ രാജാവിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, ഒരു സമിതി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ. ഈ ആളുകളെ ഋഗ്വേദത്തിൽ ഏതു പേരുകൊണ്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഉത്തരം. ചീഫ്ഡം ആണ്. In the Rigveda, what was the main source of power for those described as rajas? ഋഗ്വേദത്തില് രാജാവ് എന്ന് പറഞ്ഞ് വിവരിക്കുന്ന ആ ആൾക്ക്, അല്ലെങ്കിൽ രാജാവ് എന്ന് പറയുന്ന ആളുടെ പ്രധാന സോഴ്സ് ഓഫ് പവർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാന എന്താണ് ഒരു ശക്തി, എന്താണ് സോഴ്സ് ഓഫ് പവർ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ളത് രാജാവിന്റെ പ്രധാന സോഴ്സ് ഓഫ് പവർ, അല്ലെങ്കിൽ രാജാവിന്റെ പ്രധാന ഘടമ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ ഇപ്പൊ മലയാളത്തിൽ പറയാ സോഴ്സ് ഓഫ് പവർ എന്നുള്ളതിന്, അദ്ദേഹത്തിന്റെ ആ ഒരു അധികാരം എന്ന് പറയുന്നത് യുദ്ധങ്ങളെ ലീഡർഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, യുദ്ധങ്ങളെ നയിക്കുക എന്നുള്ളതാണ്. സോ ലീഡർഷിപ്പ് ഇൻ വാർഫെയർ ആണ് ഉത്തരം. What were some of the reasons battles were fought during the Rigvedic period? ഋഗ്വേദ കാലഘട്ടത്തില് യുദ്ധങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രധാന കാരണം എന്താണ് എന്നുള്ളതാണ്. എന്തൊക്കെയായിരുന്നു പ്രധാന കാരണങ്ങൾ? ടു അക്വയർ പാസ്ചർ ലാൻഡ്, ഫോർ വാട്ടർ സോഴ്സസ്, ടു ക്യാപ്ചർ കാറ്റിൽ ആൻഡ് ലാൻഡ്, ഓൾ ദ എബവ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാത്തിനും വേണ്ടിയിട്ടും എന്താണ് ഋഗ്വേദ കാലഘട്ടത്തില് യുദ്ധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? കന്നുകാലികളെ മേയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട്, ടു അക്വയർ പാസ്ചർ ലാൻഡ്. വാട്ടർ റിസോഴ്സസ്, വെള്ളമുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ട്. ടു ക്യാപ്ചർ കാറ്റിൽ ആൻഡ് ലാൻഡ്, ഭൂമിയും അതുപോലെ തന്നെ എന്താണ് കന്നുകാലികളെയും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് അവർ യുദ്ധങ്ങൾ നടത്തിയിരുന്നത്. സോ ആൻസർ ഈസ് ഓൾ ദ എബവ്. What term is used for the common people in the Rigveda? ഋഗ്വേദത്തില് സാധാരണക്കാരെ വിളിച്ചിരുന്ന പേരെന്താണ് എന്നാണ്? ജനം എന്നാണ് വിളിച്ചിരുന്നത്. During the later Vedic period, what new form of political organization became more important? ലേറ്റർ വേദിക് പീരിയഡില്, അതായത് ഉത്തരവേദ കാലഘട്ടത്തില് ഏത് തരം രാഷ്ട്രീയ സംവിധാനമാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്നത് എന്നുള്ളതാണ്. ജനപദങ്ങളാണ് ഉയർന്നു വന്നത്. What were the key features of the rituals known as Rajasuya and Ashwamedham? അശ്വമേധം, രാജസൂയം എന്നൊക്കെ പറയുന്ന കർമ്മങ്ങളുടെ പ്രധാന സവിശേഷത എന്തായിരുന്നു എന്നാണ്. ഈ കർമ്മങ്ങളൊക്കെ എലബറേറ്റ് ആൻഡ് ലെങ്തി റിച്വൽസ് ആയിരുന്നു. അതായത് വളരെ എന്താണ് നീളമുള്ളതും, അല്ലെങ്കിൽ എന്താണ് കുറേ നേരത്തേക്കൊക്കെ ചെയ്യേണ്ടതും, പിന്നെന്താണ് എലബറേറ്റുമായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത. ഓക്കെ, എലബറേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശദമായിട്ട് ചെയ്യുന്നതിനെയാണ് എലബറേറ്റ് എന്ന് പറയാം. അപ്പൊ വിശദമായി വളരെ സമയമെടുത്ത് ചെയ്യുന്ന യാഗങ്ങളായിരുന്നു രാജസൂയവും അശ്വമേധവും ഒക്കെ. How did the position of the Raja change in the later Vedic period regarding heredity? ഇപ്പൊ പാരമ്പര്യത്തിന്റെ കാര്യത്തില്
ഉത്തരവേദ കാലഘട്ടമായപ്പോഴേക്കും രാജാവിന്റെ ഒരു സ്ഥാനം എങ്ങനെയാണ് മാറ്റപ്പെട്ടത് എന്നുള്ളതാണ്. ബിക്കെയിം മോർ ഹെറിഡിറ്ററി, എന്തായിട്ട് മാറി? പാരമ്പര്യമായിട്ട് മാറി. അതായത് രാജാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുത്രനായിരിക്കും അടുത്ത രാജാവ് എന്ന രീതിയിലേക്ക് അത് പാരമ്പര്യമായിട്ട് മാറി എന്നുള്ളതാണ് മാറ്റം സംഭവിച്ചത്. What was the significant development in the administrative system during the later Vedic period? ഉത്തരവേദ കാലഘട്ടത്തില് ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള ആ ഒരു പുരോഗതി എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് റെഗുലർ ടാക്സസ്. ഉത്തരം എന്താണ്? പലതരത്തിലുള്ള ടാക്സുകൾ, നികുതികളൊക്കെ പുതിയതായിട്ട് വന്നു എന്നുള്ളതാണ് ഉത്തരം. What characterized the armies in some Mahajanapadas around 330 BC? 330 BC കാലഘട്ടത്തില് മഹാജനപദങ്ങളിലെ സൈന്യത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് റെഗുലർ ആയിട്ട് സാലറി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. പെയ്ഡ് റെഗുലർ സാലറീസ്. വാട്ട് വാസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അർത്ഥശാസ്ത്ര? അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എ ട്രീറ്റൈസ് ഓൺ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്സ്. അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത് രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്ര സമ്പത്തിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. Who challenged the supremacy of some monarchical states during the Vedic period? വേദ കാലഘട്ടത്തില് ചില സ്ഥലങ്ങളുടെയൊക്കെ ഒരു സൂപ്രമസിയെ, അധികാരത്തെ ചോദ്യം ചെയ്തത് ആരാണ് എന്നുള്ളതാണ്. ദ ഫ്രിജി കോൺഫെഡറസി ആണ് ഉത്തരം. Which empire was founded by Chandragupta Maurya in 322 BC? 322 ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ച സാമ്രാജ്യത്തെ വിളിക്കുന്ന പേരെന്താണ്? മൗര്യൻ എംപയർ. ഈസിയാണ് അല്ലെ? വാട്ട് മാർക്ക്ഡ് ദ ഡിക്ലൈൻ ഓഫ് ദ മൗര്യൻ എംപയർ? മൗര്യൻ സാമ്രാജ്യം തകർന്നു പോകാനുണ്ടായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. ശുംഗ ഡൈനാസ്റ്റിയുടെ സ്ഥാപനമാണ് മൗര്യ എംപയർ തകർന്നു പോകാനുണ്ടായിട്ടുള്ള കാരണം. വാട്ട് വാസ് ദ മെയിൻ റിസോഴ്സ് ദാറ്റ് മഗധ ഗെയിൻഡ് ഫ്രം ഇറ്റ്സ് കോൺക്വസ്റ്റ്? മഗധ തന്റെ യുദ്ധങ്ങളിലൂടെ ഒക്കെ നേടിയെടുത്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട റിസോഴ്സ് എന്താണ് എന്നുള്ളതാണ്. ഫെർട്ടൈൽ റിവർ വാലീസ് ആൻഡ് അയൺ ഓർ മൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള നദീതടങ്ങളും അതുപോലെ തന്നെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന അയൺ ഓറിന്റെ അവൈലബിലിറ്റിയും ആണ് ഇവരുടെ വിജയങ്ങളിലൂടെയൊക്കെ ഇവര് ഉണ്ടാക്കിയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് വർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സെൻട്രൽ ഏഷ്യൻസ് ഇൻ പോസ്റ്റ് മൗര്യൻ ഇന്ത്യ? മൗര്യ കാലഘട്ടത്തിന് ശേഷം സെൻട്രൽ ഏഷ്യയിൽ നിന്ന് കുറെ ആളുകളൊക്കെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അവർ കൊണ്ടുവന്നിട്ടുള്ള ഭരണപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സത്രപ് സിസ്റ്റം ആൻഡ് മിലിറ്ററി ഗവേൺഷിപ്പ് ആണ് ഉത്തരം. സത്രപ് സിസ്റ്റം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ്? മിലിറ്ററിയിലൊക്കെ അവര് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ പീരിയഡ് റെഫേർഡ് ടു ആസ് ദ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി? ഇന്ത്യൻ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഗുപ്ത സാമ്രാജ്യം, ഗുപ്ത കാലഘട്ടമാണ് ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് അറിയപ്പെടുന്നത്. Who was the third king of the Gupta Empire and what title did he take? ഗുപ്ത സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ സാമ്രാട്ട് ആരായിരുന്നു? അദ്ദേഹത്തിന് എന്ത് ടൈറ്റിലാണ് അല്ലെങ്കിൽ സ്ഥാനപ്പേരാണ് ലഭിച്ചത്? അല്ലെങ്കിൽ അദ്ദേഹം എന്ത് സ്ഥാനപ്പേരാണ് അദ്ദേഹം സ്വയം ഉണ്ടാക്കിയത് എന്നാണ് ചോദിക്കുന്നത്. ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മഹാരാജാതിരാജ എന്നാണ് സ്വയം വിശേഷിപ്പിച്ചത്. Which campaign by Rajendra Chola II is considered the most spectacular during the Chola Empire's imperial period? ചോള എംപയർ പീരീഡിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു രാജേന്ദ്ര ചോളന്റെ ഭരണകാലഘട്ടം. അപ്പൊ ആ സമയത്ത് അദ്ദേഹം നടത്തിയ ക്യാമ്പയിൻ എന്തായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം നടത്തിയ ഒരു ക്യാമ്പയിൻ നാവൽ ക്യാമ്പയിൻ അഗൈൻസ്റ്റ് ശ്രീവിജയനെതിരെ നടത്തിയ ഒരു ക്യാമ്പയിൻ ആയിരുന്നു. വാട്ട് വാസ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദ കിങ് ഇൻ ദ ചോള അഡ്മിനിസ്ട്രേഷൻ? ചോള ഭരണത്തില് രാജാവിന്റെ പ്രഥമ കർത്തവ്യം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഇഷ്യൂയിങ് ഓറൽ കമാൻഡ്സ്. എന്താണ്? ഉത്തരവുകൾ പുറപ്പെടുവിക്കുക എന്നുള്ളതായിരുന്നു.
ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ്? ഡൽഹി സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? മുഹമ്മദ് ഘോറിയാണ് ഉത്തരം. വാട്ട് വാസ് ദ മേജർ അഡ്മിനിസ്ട്രേറ്റീവ് ഇന്നോവേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇൽട്ടുമിഷ്? ഇൽട്ടുമിഷ് തുടങ്ങി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഭരണപരമായിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് ഇക്ത സിസ്റ്റം ആണ് ഉത്തരം. വിച്ച് മുഗൾ എംപറർ ഈസ് നോൺ ഫോർ പ്രൊമോട്ടിംഗ് ദ പോളിസി ഓഫ് സുൽ-ഇ-കുൽ ഓൺ പീസ് വിത്ത് ഓൾ? ഏത് മുഗൾ ചക്രവർത്തിയാണ് പീസ് വിത്ത് ഓൾ എന്ന് പറയുന്ന ഒരു പോളിസിയെ പ്രൊമോട്ട് ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോളിസി പ്രോത്സാഹിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് ഉത്തരം. അക്ബർ ആണ്. Who was the successor of Humayun after his death in 1556? 1556 ഹുമയൂണിന്റെ മരണശേഷം വന്ന ഭരണാധികാരി ആരാണ്? ഉത്തരം അക്ബർ ആണ്. During whose reign did the Mughal Empire reach its peak in terms of wealth and territorial expansion? ആരുടെ ഭരണകാലഘട്ടത്തിലാണ് മുഗൾ സാമ്രാജ്യം അതിന്റെ പീക്കിലെത്തിയത് എന്നാണ്. അതായത് സ്വത്ത് സമ്പാദിക്കുന്ന കാര്യത്തിലായാലും അതിർത്തി വലുതാക്കുന്ന കാര്യത്തിലായാലും മുഗൾ സാമ്രാജ്യം അതിന്റെ ഏറ്റവും ഉന്നതിയിലെത്തിയത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ് എന്നാണ് ചോദ്യം. ഷാജഹാന്റെ ഭരണകാലഘട്ടത്തിലാണ് ഉത്തരം. What was the primary concern of the Sultanate of Delhi under the medieval Muslim rule? ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടത്തില് അവരുടെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്തായിരുന്നു? അവരുടെ പ്രധാനപ്പെട്ട അവരേറ്റവും പ്രധാനമായിട്ട് നോക്കിയിരുന്നത് എന്തായിരുന്നു എന്നുള്ളതാണ്. ഡിഫൻസ്, ലോ ആൻഡ് ഓർഡർ ആൻഡ് റവന്യൂ കളക്ഷൻ. അപ്പൊ അവരുടെ പ്രധാനമായിട്ടും അവർ നോക്കിയിരുന്നത് ഒന്നെന്താണ്? ഡിഫൻസ്, പ്രതിരോധം, അല്ലെ, രാജ്യത്തെ മറ്റ് അക്രമങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുക. അതേപോലെ തന്നെ രാജ്യത്തിന്റെ ക്രമസമാധാനം, പിന്നെ എന്താണ്? വരുമാനം ഉണ്ടാക്കുക, റവന്യൂ കളക്ഷൻ. Who is regarded as the real consolidator of the Turkish conquest in North India? നോർത്ത് ഇന്ത്യയിലെ എന്താണ് തുർക്കിഷ് ആക്രമങ്ങളുടെ പോരാളി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്നറിയപ്പെടുന്നത് ആരാണ്? ഇൽട്ടുമിഷ് ആണ്. Which Mughal ruler expanded the empire to cover Kabul, Kashmir, Punjab, Gujarat, Bengal and Assam? ഏത് മുഗൾ ചക്രവർത്തിയാണ് സാമ്രാജ്യം കാബൂളിലേക്കും കാശ്മീരിലേക്കും പഞ്ചാബിലേക്കും ഗുജറാത്തിലേക്കും ബംഗാളിലേക്കും ആസാമിലേക്കും ഒക്കെ വളർത്തിയെടുത്തത് എന്നുള്ളതാണ് ചോദ്യം. അക്ബർ ആണ്. Who was the regent and mentor of Akbar during his early years of rule? അക്ബറിന്റെ മെന്റർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ബൈരം ഖാൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അക്ബർ എത്ര 13-ാമത്തെ ചെറിയ വയസ്സിലെങ്ങാനുമാണ്, അല്ലെ, 8ഓ 13ഓ ഏതോ വയസ്സിലാണ് അദ്ദേഹം രാജാവായിട്ട് മാറുന്നത്. അപ്പൊ അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിരുന്നതും അദ്ദേഹത്തെ ഉപദേശിക്കാനുണ്ടായിരുന്നതും ഒക്കെ ആരായിരുന്നു? ബൈറാം ഖാൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിച്ച് ഡൈനാസ്റ്റി ഡിഡ് ഗിയാസുദ്ദീൻ തുഗ്ലക് ആൻഡ് മുഹമ്മദ് ബിൻ തുഗ്ലക് ബിലോങ്സ് ടു? ഈസിയാണ്. ഏത് സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടവരാണ് ഇവരൊക്കെ എന്നാണ് ചോദ്യം. തുഗ്ലക് ഡൈനാസ്റ്റി ആണ്, അല്ലെ. When did the Persian language remain the official symbol of the Mughal dynasty? മുഗൾ ഡൈനാസ്റ്റിയുടെ എന്താണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിട്ട് പേർഷ്യൻ ലാംഗ്വേജ് നിലനിന്നിരുന്നത് ഏത് കാലഘട്ടത്തിലാണ് എന്നാണ് ചോദ്യം. 1835-കളിലൊക്കെയാണ്, അല്ലെങ്കിൽ 35-ലാണ്. ഈ തന്ന ഓപ്ഷനിൽ 1835 പേർഷ്യൻ ആയിരുന്നു ഒഫീഷ്യൽ ലാംഗ്വേജ്. What century saw a lack of colonial symbols in provincial towns compared to the capital city? ഏത് കാലഘട്ടത്തിലാണ് ഈ പ്രൊവിൻഷ്യൽ ടൗണുകള്, ഇപ്പം ക്യാപിറ്റൽ സിറ്റി, അതായത് ഒരു പ്രോവിൻസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു എന്താ പറയാ നാട്ടുരാജ്യം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്യാപിറ്റൽ സിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കൊളോണിയൽ സിമ്പിൾസ് ഒക്കെ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ട് എന്ന്, ബ്രിട്ടീഷുകാരുടെ കോളനികളാണ് നമ്മള് എന്നുള്ള അത്തരത്തിലുള്ള ആ ഒരു സിമ്പലുകളൊക്കെ വളരെ കുറവ് കാണാൻ തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. 19-ാം നൂറ്റാണ്ടിലാണ് ഉത്തരം. When did James Mill became a senior company official after writing a monumental history of India? എന്നാണ് ജെയിംസ് മില്ല് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സീനിയർ ഓഫീസറായിട്ട് വന്നത് എന്നുള്ളതാണ് ചോദ്യം. 1819-ലാണ്.
When did Sir William Jones found the Asiatic Society? വില്യം ജോൺ ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത്. ഏത് വർഷത്തിലാണെന്നാണ് ചോദ്യം. 1785 വാട്ട് വാസ് ദ എസെൻസ് ഓഫ് ദ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം? സൈനിക സഹായ വ്യവസ്ഥയുടെ ഉൾക്കാമ്പ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അഷുറൻസ് ഓഫ് ബ്രിട്ടീഷ് പ്രൊട്ടക്ഷൻ ത്രൂ വേരിയസ് മീൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു സഹായ സൈനിക വ്യവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ രാജാക്കന്മാരെ അവർ വീഴ്ത്തിയത് എന്ത് പറഞ്ഞിട്ടാണ്? ബ്രിട്ടീഷ് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത് അഷുറൻസ് ഓഫ് ബ്രിട്ടീഷ് പ്രൊട്ടക്ഷൻ ത്രൂ വേരിയസ് മീൻസ്. വാട്ട് ഡിഡ് മെക്കാളെ അഡ്വക്കേറ്റ് ഫോർ ആസ് ലാംഗ്വേജ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? മെക്കാളെ മിനിറ്റ് പ്രകാരം ഏത് ലാംഗ്വേജിലാണ് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്? ഇംഗ്ലീഷിലാണ്. Who created a professional cadre of company servants in 1785? Who created a professional cadre of company servants in 1785? അപ്പോ ഒരു എന്താ പറയാ, എന്നാണ് അല്ല 1785 ആരാണ് ഒരു പ്രൊഫഷണൽ കാഡർ, കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ കാഡർ ഉണ്ടാക്കിയത് എന്നാണ് ചോദിക്കുന്നത്. പ്രൊഫഷണൽ കാഡർ എന്നൊക്കെ പറഞ്ഞാൽ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്പെഷ്യലി ട്രെയിൻഡ് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ് എന്നുള്ളതാണ്. അതായത് ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ആളുകളെ നമ്മൾ നിയമിക്കില്ലേ അല്ലെങ്കിൽ നിശ്ചയിക്കില്ലേ, അതിനെയാണ് കാഡർ എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെ ഒരു പ്രൊഫഷണൽ കാഡർ ഒക്കെ കമ്പനി സെർവൻസിന്റെ ഒരു പ്രൊഫഷണൽ കാഡർ ആരാണ് ക്രിയേറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. കോൺവാലിസ് പ്രഭു ആണ് ഉത്തരം. When did the company start training its young recruits in Haileybury College near London? ലണ്ടനിന് അടുത്തുള്ള ഹാലിബറി കോളേജിലേക്ക് എന്താണ് ഇന്ത്യക്കാരെയൊക്കെ കമ്പനി റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയത് എന്നാണെന്നാണ് ചോദിക്കുന്നത്. 1806 What was the nature of the Indian civil service in the 19th century? 19ാം നൂറ്റാണ്ടില് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു സ്വഭാവമൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഹൈലി പെയ്ഡ് വിത്ത് പൊളിറ്റിക്കൽ പവർ എന്ന് വെച്ചാൽ എന്താണ്? സിവിൽ സർവൻസിന് രാഷ്ട്രീയമായിട്ടുള്ള അധികാരവും അതുപോലെ തന്നെ എന്താണ് ഉയർന്ന ശമ്പളവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വാട്ട് വാസ് ദ മെയിൻ ഫോക്കസ് ഓഫ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ എഫേർട്സ് ഇൻ ഇന്ത്യ ഫ്രം ദ 1820s ടു ദ 1850s? 1820 മുതൽ 1850 വരെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു മെയിൻ ഫോക്കസ് എന്തിലേക്കായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി അവരെടുത്തിട്ടുള്ള എഫേർട്ടുകളൊക്കെ എന്ത് ഉദ്ദേശത്തിലായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ എന്നാണ് ചോദ്യം. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലിറ്റററി കോമ്പിറ്റൻസ് ആയിരുന്നു. ലിറ്റററി കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സാധനം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആശയം, അത് ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വായിക്കാനും അതിന്റെ ആശയം ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവിനെയാണ് ലിറ്റററി കോമ്പിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആളുകൾക്ക് ആ ഒരു കഴിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു എഡ്യൂക്കേഷണൽ എഫേർട്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ ഇതൊരു 2 or 3 തവണയൊക്കെ വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ചില 1 word ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന 1 word ക്വസ്റ്റ്യൻസും കൂടിയൊക്കെ നിങ്ങൾ എക്സ്ട്രാ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ പറ്റട്ടെ. Okay, thank you. Yeah.